നന്മകൾ കീർത്തിച്ചിടാൻ നാവിനു തെല്ലും കഴിവില്ലല്ലോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വത്തിന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 21 തിരുവചനങ്ങൾ 28 മുതൽ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരൊന്നാമന്റെ അടുത്ത് എന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമന്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്തത് വിധം അനുദപിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിഭൂതി പശ്ചാത്തപിച്ച് പഴയ പാപങ്ങളെല്ലാം ത്യജിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ട് തിരുസഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ദിവസം. അനുതാപവും ദൈവത്തിങ്കലേക്കുള്ള പിന്തിരിയലുമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള എളുപ്പ വഴി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസം. അനുതാപവും ദൈവത്തിങ്കലേക്കുള്ള പിന്തിരിയലുമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള എളുപ്പമുള്ള വഴി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസം. ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്. ആഫ്രിക്കയിലെ ഉള്ളേരിയയിലുള്ള ഒരു ഗ്രാമത്തിലെ അവിടെയുള്ള ജനങ്ങളെല്ലാം തങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു സ്ഥലം വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് ഇരിക്കുന്ന അവസരം. ആ സമയത്ത് ഒരു സന്യാസി അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു സ്ഥലം ഞാൻ ഒരുക്കി തരാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രം, എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവര് ആ കണ്ടീഷനെല്ലാം ഏറ്റെടുത്ത് സന്യാസി ഒരു സ്ഥലം അവർക്ക് റെഡിയാക്കി കൊടുത്തു പ്രാർത്ഥിക്കുവാനായിട്ട്. എന്നിട്ട് ഈ പ്രാർത്ഥനാലയത്തിൽ നിന്ന് ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഓരോ വഴി അവർക്ക് റെഡിയാക്കി കൊടുത്തു. ഈ വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് പരസ്പരം ഒരു വഴികൾ തമ്മിൽ ഒട്ടും യോജിപ്പില്ല. ഓരോ വഴികളിലൂടെ അവരവരുടെ വീടുകളിൽ നിന്ന് ഈ പ്രാർത്ഥനാലയത്തിലേക്ക് ഇവർക്ക് എത്തുവാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം ഈ സന്യാസി ഒരു വീട്ടിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വഴികളില് നിറച്ച് പുല്ല് പിടിച്ച് കിടക്കുന്നു. ഇതുവരെ ഇവര് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇവര് പള്ളിയിൽ പോയി തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് സന്യാസി ഒന്നും അന്വേഷിച്ചില്ല. മറിച്ച് ഇദ്ദേഹം പോകുന്ന വഴിയില് ഇവരുടെ വഴികളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ആ വഴികളില്
ചിലരുടെ വഴികളിലെല്ലാം നിറച്ച് പുല്ല് പിടിച്ച് കിടക്കുന്നു. ദാറ്റ് മീൻസ് അവര് പള്ളിയിൽ പോകാതെ ഇരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈ ഒരു വാക്ക് അവരുടെ ഹൃദയത്തെ, അവരുടെ മെഴികളെ പ്രകാശിപ്പിച്ചു. തങ്ങൾക്ക് പറ്റിയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് അന്നു മുതല് വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് തിരിഞ്ഞ് അവർ വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുത്തു എന്നാണ് ഈ കഥ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വിഭൂതിയില് നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട്, തമ്പുരാന്റെ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കും എന്നുള്ള ഒത്തിരി തീരുമാനങ്ങൾ നമ്മൾ എടുത്തു. ഇന്ന് ഈ വിഭൂതി ദിനം ഈ തമ്പുരാന്റെ അൾത്താരയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യണം. ഞാൻ എടുത്ത തീരുമാനങ്ങള് അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ട്, അതിന്റെ ഉൾക്കാഴ്ചയിലെല്ലാം പൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തേണ്ട ദിവസം കൂടിയാണ് ഇന്ന് എന്ന് എനിക്ക് തോന്നുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ സുപ്രധാന ലക്ഷ്യം ദൈവത്തിങ്കൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ലോകാരൂപിയും പ്രലോഭനങ്ങളും അതിന് ബദലാകുമ്പോൾ എടുത്തുയർത്തേണ്ട ആയുധമാണ് അനുതാപവും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ. അനുതാപവും അതിനുള്ള ക്ഷണവുമാണ് ഓരോ വിഭൂതിയും. ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കാനും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാനുള്ള പ്രചോദനം ഈ ദിനത്തിൽ നാം ഉൾക്കൊള്ളണം. പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോ പാപങ്ങൾ ഓർച്ച് പശ്ചാത്തപിച്ച നിനവേ നിവാസികളെ നമ്മൾ കാണുന്നുണ്ട്. വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശിയിരിക്കുന്ന ജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ദാവീദിന്റെ പശ്ചാത്താപത്തെ കുറിച്ചും അനുതാപത്തെ കുറിച്ചും ഒക്കെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെക്കുന്നു: കീറേണ്ടത് നിന്റെ വസ്ത്രമല്ല, ഹൃദയമാണ് എന്ന്. പ്രിയമുള്ളവരെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യരെ ധരിക്കുവാനും, നമ്മുടെ ഹൃദയം തിന്മ നിറഞ്ഞതാണെങ്കിൽ അത് കീറി പുതിയൊരു ഹൃദയത്തിനുടമയാകാനും ഈ വിഭൂതി നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. വിഭൂതി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിനമായിരിക്കട്ടെ. തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്തി നമ്മുടെ ഹൃദയം കീറി വിശുദ്ധിയോടുകൂടെ, വിശുദ്ധിയുള്ള ഒരു ഹൃദയത്തോടുകൂടെ തമ്പുരാനെ സ്നേഹിക്കുവാനും തമ്പുരാന്റെ പക്കലേക്ക് നടന്നെടുക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം: ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ എന്ന്. തീർച്ചയായിട്ടും ഈ നോമ്പുകാലം ഒത്തിരി അനുഗ്രഹപ്രദമായിരിക്കട്ടെ. തമ്പുരാന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട്, തമ്പുരാനെ നീയാണ് എന്റെ ജീവിതത്തിന്റെ സർവസ്വവും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഒരു കൊച്ചു പ്രാർത്ഥന ഈ നോമ്പ് കാലഘട്ടത്തില് നമ്മുടെ ഹൃദയത്തിൽ ഉരുവിടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തമ്പുരാനെ, നിന്നെ കാണുവാനായിട്ട് എന്റെ കണ്ണുകൾ തുറക്കണമേ. തമ്പുരാനെ, നിന്നെ കേൾക്കുവാനായിട്ട് എന്റെ കാതുകൾ തുറക്കണമേ. തമ്പുരാനെ, നിന്നെ സ്നേഹിക്കുവാനായിട്ട് എന്റെ ഹൃദയം തുറക്കണമേ. എന്ന് തമ്പുരാനെ കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നുവോ, അന്നേ മറ്റുള്ളവരുടെ വേദനകള്, പ്രയാസങ്ങൾ കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയുള്ളൂ. എന്ന് മറ്റുള്ളവരെ തമ്പുരാനെ കേൾക്കുവാനായിട്ട് നമ്മുടെ കാതുകൾ തുറക്കപ്പെടുന്നുവോ, അന്നേ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനായിട്ട് നമ്മുടെ കാതുകൾ തുറക്കപ്പെടുകയുള്ളൂ. എന്ന് തമ്പുരാനെ സ്നേഹിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്നുവോ, അന്നേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട്, മറ്റുള്ളവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ട്, മറ്റുള്ളവരെ തമ്പുരാന്റെ പക്കലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുകയുള്ളൂ. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. സർവേശ്വരൻ ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും വരങ്ങളും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, ഈ ധ്യാന സെന്ററിലേക്ക് ധാരാളമായിട്ട് വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു.